അസ്സലാമു അലൈക്കും. മുഹറം മാസം ആഗതമായി. ഈ പുതുവർഷത്തിൽ നമ്മൾ എല്ലാവർക്കും നന്മകൾ വർദ്ധിപ്പിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള ഒരു മികച്ച അവസരമാണ്. ആയതിനാൽ ഈ മുഹറം മാസത്തിൽ കൂടുതലായി ദിക്റുകളും സ്വലാത്തുകളും അമലുകളും ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഹറം മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാർ ചൊല്ലിയിരുന്ന ഒരു ദിക്ർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും ചൊല്ലാൻ നിർദ്ദേശിച്ച ഒരു ദിക്റാണിത്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിക്കാൻ കാരണമായ ഒരു ദിക്റാണിത്. യൂനുസ് നബി അലൈഹിസ്സലാം തന്റെ ജനതയെ ഉപദേശിച്ചിട്ടും അവർ സത്യം സ്വീകരിക്കാതിരുന്നപ്പോൾ അള്ളാഹുവിന്റെ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് യൂനുസ് നബി അവിടെ നിന്ന് പുറപ്പെട്ടു. തുടർന്ന് കടലിൽ ഉണ്ടായ സംഭവത്തിൽ അദ്ദേഹം ഒരു വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു. ഇരുട്ടിനു മുകളിൽ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, സമുദ്രത്തിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്. ആ അതീവ പ്രയാസകരമായ സാഹചര്യത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അർത്ഥം: അല്ലാഹുവേ, നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. നീ പരിശുദ്ധനാകുന്നു. തീർച്ചയായും ഞാൻ തെറ്റ് ചെയ്തവരിൽ പെട്ടവനാണ്. ലാ ഇലാഹ ഇല്ലാ അൻത എന്ന തഹ്ലീലും സുബ്ഹാനക എന്ന തസ്ബീഹും ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഞാൻ അക്രമിയിൽ പെട്ടവനാണ് എന്ന തൗബ വചനവും കൂടി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ ദിക്റാണിത്. യൂനുസ് നബി അലൈഹിസ്സലാം ഈ ദിക്ർ ചൊല്ലിയ കാരണം മുഹറം 10 മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഈ ദിക്ർ നമ്മൾ എല്ലാ ദിവസവും 40 തവണ പതിവാക്കുക. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു: യൂനുസ് നബിയുടെ ഈ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുകയും അദ്ദേഹത്തെ വിഷമത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് അല്ലാഹു വീണ്ടും പറയുന്നു: ഇപ്രകാരം തന്നെയാണ് നാം വിശ്വാസികളെ രക്ഷിക്കുന്നത്. അതായത്, ഈ ദിക്ർ യൂനുസ് നബിക്ക് മാത്രമുള്ളതല്ല. ആത്മാർത്ഥതയോടെ ഈ ദുആ ചൊല്ലുന്ന എല്ലാ വിശ്വാസികൾക്കും ആശ്വാസത്തിന്റെയും രക്ഷയുടെയും മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് യൂനുസ് നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന നിശ്ചയം ഒരു മുസ്ലിം ഏതൊരു കാര്യത്തിനും തന്റെ രക്ഷിതാവിനോട് ഈ പ്രാർത്ഥന നടത്തിയാൽ അതിന് ഉത്തരം ലഭിക്കാതിരിക്കില്ല. അതുകൊണ്ട് മുഹറം മാസത്തിൽ നമ്മൾ ഈ ദിക്ർ കൂടുതലായി പതിവാക്കണം. കുടുംബ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, മാനസിക വിഷമങ്ങൾ, ഏതു തരം പ്രയാസങ്ങളായാലും അല്ലാഹുവിലേക്ക് മടങ്ങി ഈ ദിക്ർ ധാരാളമായി ചൊല്ലുക. പ്രത്യേകിച്ച് ആശുറാ ദിനത്തിലും മുഹറം മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും ഈ ദിക്ർ നമ്മുടെ നാവിൽ ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ പതിവാക്കുന്നവരുടെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ എന്നിവ നീങ്ങും. അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകും. രോഗം ശിഫയാകും. അല്ലാഹു അവരുടെ ദുആകൾ സ്വീകരിക്കും. അല്ലാഹു യൂനുസ് നബിയെ രക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെയും രക്ഷിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും നമ്മുടെ ദുആകൾ സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.